ശിരസിൽ കവർദം പോലെ ചുവന്ന് ചുരുണ്ട് കിടക്കുന്ന ചെറിയ മുടികളുടെ ജട, മൂന്നാം കണ്ടിന്റെ നിഴൽ തെളിഞ്ഞ നെറ്റിത്തടം, പലതിനെയും ഭസ്മമാക്കാൻ കഴിവുള്ള അഗ്നി ഇവന്റെ നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുതയ്ക്കാൻ ഇവൻ അമ്മ കൊടുത്തത് ആനത്തോല്. നെഞ്ചിൽ പൊന്തി നിൽക്കുന്ന അസ്ഥിക്ക് ആയുധമായ ത്രിശൂലത്തിന്റെ ആകൃതി. ദാ തൊഴുത്തിൽ ഇവനെ നോക്കി നിൽക്കുന്ന വെളുത്ത കാള, നീണ്ടു നിവർന്ന കഴുത്തിൽ നീല നിറത്തിന്റെ മറുക് ഈ നിലാവ് എനിക്ക് കാണിച്ചു തരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഇവനിൽ നിറഞ്ഞതിനാൽ മരുതൻകുളങ്ങര നായർ തറവാടിന്റെ അനന്തരാവകാശിയായ ഇവൻ നീലകണ്ഠൻ പിള്ള എന്ന് വിളിക്കപ്പെടും. എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനെ പോലെ എപ്പോഴും ദൈവസന്നിധിയിൽ അണയാൻ തീവ്രമായ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വ്യക്തിയാണ് ദേവസഹായം പിള്ള. പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം എന്ന ഗ്രാമത്തിൽ മരുതക്കുളങ്ങര എന്ന പ്രശസ്തമായ നായർ കുടുംബത്തിൽ 1712 ദേവസഹായം പിള്ള ജനിച്ചു. ജ്ഞാനസ്നാനത്തിന് മുൻപ് ഇദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലും തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിലും ആയുധവിദ്യയിലും സമർത്ഥനായിരുന്നു യുവാവായ നീലകണ്ഠപിള്ള. വീട്ടിലെയും നാട്ടിലെയും കണ്ണിലുണ്ണി, കരുണാമയൻ. ആ മരുതക്കുളങ്ങര തറവാട്ടിലേക്ക് തമ്പ്രാ, തമ്പ്രാ. എന്താ കാര്യം പറയുക? തമ്പ്രാനെ ഒന്ന് മുഖം കാണിക്കണം, ഒരു സങ്കടം പറയാനുണ്ട്. സങ്കടങ്ങളും പരാതികളും ആദ്യം എന്നോട് പറയുക, ആദ്യം ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ തമ്പ്രാനോട് ഞാൻ പറഞ്ഞോളാം. പറയൂ, എന്താണ് സങ്കടം? അത് പിന്നെ... ഓഹോ, അതാണോ സങ്കടം? അതല്ല. എങ്കിൽ സമയം കളയാതെ പറയൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ ആണ്ടത്തെ കൃഷി നശിച്ചു, അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? കൃഷി നശിച്ചില്ലെങ്കിൽ പാട്ടം തന്നാൽ മതി എന്നായിരുന്നില്ലല്ലോ കരാർ? അല്ല, എന്നാലും കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതും നിങ്ങളാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ... എല്ലാം കൃത്യമായിട്ട് ചെയ്തു. പക്ഷെങ്കി കാലാവസ്ഥ ചതിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ആണ്ടുകൂടി പാടം പാട്ടത്തിന് തന്ന ഈ കടം ഞങ്ങൾ വീട്ടിക്കോളാം. അടുത്ത ആണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വന്നാലോ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് പാട്ടം അടച്ചു തീർക്കുക, എങ്ങനെയെങ്കിലും. അങ്ങ് വിചാരിച്ച... ഞാൻ വിചാരിക്കില്ല. എന്റെ തമ്പ്രാന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കില്ല. നിങ്ങൾക്ക് പോകാം. പോകാൻ വരട്ടെ. നീലാണ്ട തമ്പ്രാ, ഞങ്ങളെ സഹായിക്കണം. കൃഷി മോശമായി. ഒരു തവണ കൂടി പാടം വിട്ടു തന്നാൽ ഞങ്ങൾ എങ്ങനെയും പാട്ടം കൃത്യമായി തന്നോളാം. തലമുറകളായി ഞങ്ങൾ കൃഷി ചെയ്യുന്ന പാടം വേറെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുത്ത സങ്കടമുണ്ട്. ആ പാടം അടുത്ത വർഷവും നിങ്ങൾക്ക് തന്നെ പാട്ടത്തിന് തരുന്നു. നീലാണ്ട, എന്താ ഈ പറയണേ? ഇവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കേണ്ടത് അവരാണ്. അവരില്ലാതെ ഈ നാടിന് ജീവനില്ല. അതുകൊണ്ടാണ് എന്റെ ഈ തീരുമാനം. അച്ഛാ, എല്ലാം ഞാൻ കേട്ടു. അന്നം തരുന്നവനെ പിണക്കരുതച്ഛ. എനിക്ക് പ്രായമായി.
ഇനി കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കുക. നീ അറിവുള്ളവനാണ്. നിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാവില്ലെന്ന് ഈ അച്ഛന് ഉറപ്പുണ്ട്. സന്തോഷമായല്ലോ. ചെന്ന് അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂട്ട്. ഞങ്ങൾ കൊണ്ടുവന്ന ഈ കാണിക്ക നെല്ല് സ്വീകരിച്ചാലും ഒന്നും വേണ്ട. കൂരയിൽ നെല്ല് തീരെയില്ലെന്ന് എനിക്കറിയാം. ഇവിടത്തെ പത്തായങ്ങൾ എന്നും നിറഞ്ഞിരിക്കുന്നു. എന്നാലും ശരി, ആ ചാക്കഴിക്കൂ. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പിടി നെല്ല്. ഞാനിതെടുക്കുന്നു. പാവങ്ങളോട് കരുണ കാണിക്കുന്ന അങ്ങ് വലിയവനാണ്, ദീനദയാലുവാണ്. ദൈവതുണ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ഇറങ്ങുന്നു തമ്പുരാക്കന്മാരെ. ഞങ്ങൾക്കതിരിനെ നാമ്പ് വന്ന് ഞങ്ങ കനവിന് വേര് വന്ന് ഞങ്ങളുടെ ഗന്ധോയം തിരളെടുത്ത് ഞങ്ങളുടെ സൂര്യൻ വെയില് തന്ന് തന്നെ കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ തന്നെ കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ ഞങ്ങളുടെ ആകാശം മഴയിൽ തന്ന് ഞങ്ങളുടെ ഞാവിനെ വളർന്ന് ഞങ്ങ കള മാറ്റി നോമ്പ് നോറ്റ് ഞങ്ങ വളമിട്ട് കാത്തിരുന്നു. കിന്നാരം പാടുന്നോളെ ആയാരം പറയാണ്ട് ഞാറ് തമ്പീരം കണ്ട കളിയിളകെ തമ്പീരം കേട്ടാലൊറങ്ങുന്നുള്ളേ മാറ് മറച്ചിട്ട് ഞാറ് നടും തമ്പീരം കാണാണ്ട് മാറി നിൽക്കും തമ്പീരം കാക്ക കണ്ണെറിയണുണ്ട് നാവില് വെള്ളമിറക്കണുണ്ട് നെല്ലായ നെല്ലൊക്കെ തമ്പീരാന നാടായ നാടൊക്കെ തമ്പീരാന കണ്ടങ്ങളൊക്കെയും തമ്പീരാന ചുടി പണയവും തമ്പീരാന കണ്ടങ്ങളൊക്കെ
വട്ടം തിരിച്ചാലും തമ്പിരാന തമ്പിരാന വെള്ളെ വെള്ളഞ്ഞാലും തമ്പിരാന തമ്പിരാന പെണ്ണ് വെള്ളഞ്ഞാലും തമ്പിരാന തമ്പിരാന വാഴം തിരിച്ചാലും തമ്പിരാന തമ്പിരാന വട്ടം തിരിച്ചാലും തമ്പിരാന തമ്പിരാന വെള്ളെ വെള്ളഞ്ഞാലും തമ്പിരാന തമ്പിരാന വെള്ളെ വെള്ളഞ്ഞാലും തമ്പിരാന തമ്പിരാന വെള്ളെ വെള്ളഞ്ഞാലും തമ്പിരാന തമ്പിരാന ആ നീലകണ്ഠ, ആ ജോത്സ്യൻ വന്നിരുന്നു. എന്തിനാണാവോ? ഹ, മറന്നോ? നിന്റെ വിവാഹ തീയതി കുറിച്ചോണ്ടാ വന്നത്. ഇരണിയലിനടുത്ത് മേക്കാട് കുടുംബത്തിലെ ഭാർഗവി നിന്റെയും ഈ തറവാടിന്റെയും കിടാവിളക്കായിരിക്കും. ആ ചിങ്ങം 14 നല്ലൊരു മുഹൂർത്തമുണ്ടത്രേ. അപ്പോ അടുത്ത ദിവസം നിശ്ചയം. സൗകര്യമെങ്കിൽ ചിങ്ങം 14 തന്നെ കല്യാണം. എന്താ? ആയിക്കോട്ടെ.
എന്നൊരു രൂപമേ താരമേ ഋതുമതി പൂച്ചിന്നും ജാലമേ ഈ പ്രപഞ്ച നദിയിൽ മെല്ലെ തനിയെ നിറയും മന്മഥ സംഗമം രാഗസംഗമം ഋതുഭേദമണയുന്നതോ സുന്ദര സംഗമം ഭാവസംക്രമം രൂപഭേദം കങ്കണ സുന്ദരി നിന്റെ കനവുകൾ ശില്പകാവ്യമണയുന്നതോ ചന്ദനഗന്ധമേ മനം നിറഞ്ഞേതു രൂപം മാഘം മാമ്പൂവിൽ മധു പകരും മമ മോഹം മാകന്ദത്തിരയിളകും മേഘം മൗനത്തിൻ കുളിരണിയും ഹിമജാലം പൊന്നിൻ നിറമായി വഴി നിറയും മന്മഥ സംഗമം